Virgin haben Lecker. Virgin haben Lecker. Virgin haben Lecker. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും കാണാൻ കഴിയുന്നത്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കാണാൻ കഴിയുക അല്ലേ? നമുക്ക് ചുറ്റും ഒരുപാട് മതങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. അവയ്ക്കെല്ലാം വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുമുണ്ട് മരണാനന്തര ജീവിതത്തെക്കുറിച്ച്. നരകമെന്നും സ്വർഗമെന്നും പറഞ്ഞ് ഒരുപാട് വിശ്വാസങ്ങൾ. എന്നാൽ ഈ ഭൂമിയിൽ ജനിച്ചതും ജീവിക്കുന്നതും ഇനി മരിക്കുന്നതുമായ സകല കാര്യങ്ങളും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു തിയറിയുണ്ട്. അധികം ആരും സംസാരിക്കാത്ത ഒരു തിയറി. ദ എഗ് തിയറി എന്നാണ് ആ ഒരു സിദ്ധാന്തം അറിയപ്പെടുന്നത്. ഈ പ്രപഞ്ചം മുഴുവൻ ഒരു കോഴിമുട്ടയാണ് എന്നും അതിനുള്ളിലെ ജീവനാണ് നമ്മളെന്നും ആ സിദ്ധാന്തം പറയുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു മണ്ടത്തരായി തോന്നിയേക്കാം. അങ്ങനെ തോന്നിയ പലരും ഇന്ന് ഈ സിദ്ധാന്തത്തെ കാര്യമായി തന്നെയാണ് കാണുന്നത്. ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ട് ആഫ്റ്റർ ലൈഫിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. എന്നാൽ ഈ ഒരു സിദ്ധാന്തത്തെ ലോജിക്കലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നു എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. മനോഹരമായൊരു കഥയിലൂടെയാണ് എഗ് തിയറി വിശദീകരിക്കുന്നത്. ആ ഒരു കഥയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. കയറിപ്പോരും ചങ്ങായിമാരെ, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. മീറ്റ് മിസ്റ്റർ ജോൺ വെയർ. ജീവിച്ചിരുന്നുവെങ്കിൽ 83 വയസ്സ്. വിവാഹം കഴിഞ്ഞ് 10 വർഷത്തിനിടെ ഭാര്യയുമായി വേർപിരിഞ്ഞു. അന്ന് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നു. 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ്. പിന്നീട് ആ കുഞ്ഞിനെ വളർത്തിയത് അകന്നബന്ധത്തിൽപ്പെട്ട ഒരു ബന്ധുവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് വലിയ പങ്കൊന്നുമില്ല. എൻ്റെ വിഷയം ഇദ്ദേഹത്തിൻ്റെ മകനാണ്. പേര് ആൻഡ്രൂ വെയർ. അങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു നോവലിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും മനസ്സിലാവും. ദ മാർഷ്യൻ. പിന്നീട് ആ പേരിൽ തന്നെ ഒരു സിനിമ ചിത്രീകരിക്കപ്പെട്ടു. മാറ്റ് ഡേമൺ പ്രധാന കഥാപാത്രമായി അവതരിപ്പിച്ച ഒരു സൂപ്പർ ഹിറ്റ് സയൻസ് ഫിക്ഷൻ മൂവിയായിരുന്നു മാർഷ്യൻ. തൻ്റെ 8ാമത്തെ വയസ്സിൽ തന്നെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞത് ആൻഡ്രൂവിൻ്റെ ചെറുപ്പത്തെ ബാധിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ അയാൾ സമയം ചെലവഴിച്ചിരുന്നത് പുസ്തകങ്ങളിലായിരുന്നു. ഫിക്ഷനായിരുന്നു അയാളുടെ ഏറ്റവും പ്രിയപ്പെട്ട മേഖല. ഭൂമിക്കപ്പുറത്തുള്ള ഗ്രഹങ്ങളെക്കുറിച്ചും ഭൂമിക്ക് പുറത്തുള്ള ജീവനെക്കുറിച്ചും ചിന്തിക്കാനും അറിയാനും നന്നേ ചെറുപ്പത്തിൽ തന്നെ ആൻഡ്രൂവിന് താല്പര്യമുണ്ടായിരുന്നു. തൻ്റെ 20ാമത്തെ വയസ്സിൽ തന്നെ സ്വന്തമായി നിർമ്മിച്ച വെബ്സൈറ്റിലൂടെ പുസ്തകങ്ങൾ എഴുതുകയും ആളുകളിലേക്ക് അത് എത്തിക്കുകയും ചെയ്തിരുന്നു. 2001 മുതൽ 2008 വരെയുള്ള കാലഘട്ടങ്ങളിൽ പ്രശസ്തമായ പല വെബ് കോമിക് സീരീസുകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വിഷയമായ എഗ് തിയറിയിലേക്ക് അദ്ദേഹം ചെന്നെത്തുന്നത് 2009-ലാണ്. എഗ് തിയറിയെക്കുറിച്ചുള്ള ആദ്യത്തെ ചിന്തകൾ ആരംഭിക്കുന്നത് തന്നെ ആൻഡ്രൂവിൻ്റെ എഴുത്തുകളിലൂടെയാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും വേർപിരിഞ്ഞപ്പോൾ മറ്റൊരു ബന്ധുവിനോടൊപ്പമാണ് താമസിച്ചിരുന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ. ആ ബന്ധുവുമായുള്ള എന്തോ തർക്കത്തിൽ നിന്നാണത്രേ ഇങ്ങനൊരു സിദ്ധാന്തത്തിലേക്കുള്ള ചിന്തകൾ ആരംഭിക്കുന്നത്. ഒരു ചെറിയ തർക്കം ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിദ്ധാന്തമായി മാറുക എന്നത് ഒരു ചെറിയ വിഷയമല്ല. അന്നത്തെ ആ തർക്കത്തിൽ തൻ്റെ അഭിപ്രായങ്ങളോട് എതിരായി സംസാരിച്ചത് തൻ്റെ ആൻറ്റി ആയിരുന്നു. ആ ആൻറ്റിയുടെ അഭിപ്രായങ്ങളോട് ഒരിക്കലും ചേർന്ന് പോകാൻ ആൻഡ്രൂവിന് സാധിച്ചിട്ടുമുണ്ടായിരുന്നില്ല. ആൻറ്റി പറഞ്ഞ അഭിപ്രായങ്ങളെല്ലാം വെറും മണ്ടത്തരങ്ങൾ മാത്രമായിരുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് തനിച്ചിരുന്ന ഒരു സമയത്തിൽ അദ്ദേഹം മാറി ചിന്തിക്കുകയാണ് ഉണ്ടായത്. അത്തരം ചിന്തകളിലൂടെയാണ് അദ്ദേഹം ദ എഗ് തിയറി എന്ന സിദ്ധാന്തത്തിലേക്ക് എത്തിയത്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ മടിക്കുന്ന ഒരു വിഷയമാണ് അന്ന് ആൻഡ്രൂ ചിന്തിച്ചത്. അതായത് ആ ഒരു തർക്ക വിഷയത്തിന് ശേഷം എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ഞാൻ കണ്ടതുകൊണ്ടല്ലേ ആൻറ്റി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു തെറ്റായി എനിക്ക് തോന്നിയത്? എന്തുകൊണ്ട് ആ വിഷയത്തെ ആൻറ്റിയുടെ പേഴ്സ്പെക്റ്റീവിൽ ഒന്ന് കണ്ടുകൂടാ? ആ വിഷയത്തെ ആൻറ്റിയുടെ പേഴ്സ്പെക്റ്റീവിൽ തന്നെ ഞാൻ കണ്ടു. പക്ഷേ ആ ഒരു ചിന്ത എന്നിൽ വലിയൊരു ഞെട്ടലാണ് ഉണ്ടാക്കിയത്. അതായത് ആൻറ്റി പറഞ്ഞ വിഷയങ്ങളെല്ലാം ശരിയായിരുന്നു. ആ പേഴ്സ്പെക്റ്റീവിൽ ഞാൻ പറഞ്ഞ അഭിപ്രായങ്ങൾ വളരെ വലിയ മണ്ടത്തരങ്ങളും.
എപ്പോഴെങ്കിലും നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഒരു തർക്കമുണ്ടായാൽ ആ തർക്കത്തിൽ പെടുന്നയാളുടെ ഭാഗത്തു നിന്നും ആ ഒരു വിഷയത്തെ ഒന്ന് കാണാൻ, അവരുടെ അഭിപ്രായങ്ങളെ നിങ്ങളുടെ പെർസ്പെക്റ്റീവിൽ നിന്നല്ലാതെ ഒന്ന് കണ്ടു നോക്കാൻ, നിങ്ങളുടെ അഭിപ്രായങ്ങളെ മറ്റൊരാളുടെ അഭിപ്രായമായി ആ വിഷയത്തെ പുറത്തു നിന്നും കാണാൻ ഒരിക്കലും നമ്മൾ ശ്രമിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ആ രീതിയിൽ വിഷയങ്ങളെ ഒന്ന് കണ്ടു നോക്കാനാണ് എഗ് തിയറി പറയുന്നത്. അങ്ങനെ നിങ്ങൾ എന്ന് മുതൽ ചെയ്തു നോക്കുന്നോ അന്ന് മുതൽ ഈ ലോകത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് മാറും എന്ന്. അന്ന് അവരുടെ ചിന്തകൾ കടന്നു ചെന്നത് ഒരു തർക്കത്തിലേക്ക് മാത്രമല്ലായിരുന്നു. അതുവഴി ലോകം മുഴുവനും ആ ലോകത്ത് ജീവിക്കുന്ന ജീവജാലങ്ങളെക്കുറിച്ചും അവരുടെ ജീവിതങ്ങളെക്കുറിച്ചും എല്ലാമായിരുന്നു. ആ ചിന്തകൾ ചെന്നെത്തിയത് ഒരു ചെറുകഥയിലേക്കും. ഉടനെ തൻ്റെ വെബ്സൈറ്റിൽ അയാൾ ഒരു സംഭാഷണ ശകലം പോലെ ആ കഥ കുറിച്ചിടുകയും ചെയ്തു. ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വലിയ സിദ്ധാന്തമായി ആ കുറിപ്പ് മാറുകയും ചെയ്തു. എഗ് എന്ന പേരിൽ അറിയപ്പെട്ട ആ ചെറുകഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു. പെട്ടെന്ന് ചുറ്റും മഞ്ഞ് പോലെ മൂടപ്പെട്ട ഒരു സ്ഥലത്തെത്തി. നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരുന്ന കാർ ഇപ്പോൾ നിങ്ങളോടൊപ്പമില്ല. ശൂന്യതയിലൂടെ നിങ്ങൾ നീങ്ങുകയാണ്. ആരൊക്കെയോ സംസാരിക്കുന്ന ശബ്ദം, എന്തൊക്കെയോ നീക്കുന്നതും ആരെല്ലാമോ കരയുന്നതും അവ്യക്തമായി നിങ്ങൾക്ക് കേൾക്കാം. കാഴ്ചയിൽ നിങ്ങളെപ്പോലെ തന്നെ തോന്നുന്ന എന്നാൽ അവ്യക്തമായ ഒരു രൂപം നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾ ആ രൂപത്തോട് ചോദിച്ചു, ആരാണ്? ഞാൻ എവിടെയാണ്? ആ രൂപം മറുപടി പറഞ്ഞു, നീ മരിച്ചു. മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ മരിച്ചോ? അതെ. ഒരു ട്രക്ക് നിന്റെ വഴിയിലേക്ക് തെന്നിക്കയറി വന്നു. വിഷമിക്കണ്ട, എല്ലാവരും മരിക്കില്ലേ? നിങ്ങൾ ചുറ്റും നോക്കി. ഞാനും നിങ്ങളും മാത്രം. ചുറ്റും വെളുത്ത പുകമഞ്ഞു. ഇതാണോ മരണാനന്തര ജീവിതം? അതെ, ഞാൻ മറുപടി പറഞ്ഞു. നിങ്ങളാണോ ദൈവം? അതെ, ഞാൻ ദൈവമാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ, എൻ്റെ ഭാര്യ, അവർക്കിനി ആരുണ്ട്? അവർക്ക് സംഭവിക്കേണ്ടത് സംഭവിക്കും. ഇപ്പോൾ നീ മരിച്ചു എന്ന് തിരിച്ചറിയുക. ഈ സമയത്തും നിന്റെ കുടുംബത്തെക്കുറിച്ച് നീ ചിന്തിക്കുന്നത് നല്ലത് തന്നെ. നിങ്ങൾ കൗതുകത്തോടെ എന്നെ നോക്കി. നിങ്ങൾക്ക് എന്നെ ഒരു ദൈവത്തെ പോലെ തോന്നിയില്ല. ഒരു പുരുഷനായോ സ്ത്രീയായോ തോന്നിക്കാണും. ഒരുപക്ഷെ ദൈവത്തെക്കാളേറെ എന്നെ കണ്ടപ്പോൾ ഒരു അധ്യാപകനായി തോന്നിക്കാണണം. വിഷമിക്കണ്ട, നിങ്ങളുടെ കുടുംബം നന്നായി തന്നെ ജീവിക്കും. നിങ്ങളുടെ മക്കൾ നിങ്ങളെ എന്നും ഓർക്കും. നിങ്ങളുടെ ഭാര്യ പുറമെ കരയും, പക്ഷേ ഉള്ളിൽ ആശ്വസിക്കും. തുറന്നു പറഞ്ഞാൽ നിങ്ങളുടെ ദാമ്പത്യം തകർച്ചയുടെ വക്കിലായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആശ്വസിക്കാം. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും? എന്നെ നരകത്തിലേക്കാണോ അതോ സ്വർഗത്തിലേക്കാണോ കൊണ്ടുപോകുന്നത്? രണ്ടുമല്ല, നീ പുനർജനിക്കും. ഞാൻ പറഞ്ഞു. ഓ, അപ്പോൾ ഹിന്ദുക്കളായിരുന്നു ശരി അല്ലേ? എല്ലാ മതങ്ങളും അവരുടേതായ രീതിയിൽ ശരിയാണ്. എൻ്റെ കൂടെ വരൂ. ഞാൻ മുന്നിൽ നടന്നു. പതിയെ എനിക്ക് പുറകെ നിങ്ങളും. നമ്മൾ എവിടേക്കാണ് പോകുന്നത്? പ്രത്യേകിച്ച് എങ്ങോട്ടുമില്ല. മരിച്ചവരോടൊപ്പം ഇങ്ങനെ നടക്കാൻ എനിക്കിഷ്ടമാണ്. ഒരു പ്രത്യേക രസം. അത് നിങ്ങൾക്കത്ര പിടിച്ചില്ല. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ജനിക്കുമ്പോൾ എല്ലാം ഒന്നേന്ന് തുടങ്ങണം അല്ല? ഇത്രയും കാലമുണ്ടാക്കിയ അറിവുകളും അനുഭവങ്ങളുമൊക്കെ എന്തിനായിരുന്നു അതൊക്കെ? ഭൂമിയിൽ ഞാൻ ചെയ്ത ശരിയും തെറ്റുമൊക്കെ ഇനിയും പുനർജന്മത്തെ ബാധിക്കുമോ? അങ്ങനെയല്ല. നിങ്ങളുടെ മുൻകാലത്തെ അനുഭവങ്ങളും അറിവുകളുമെല്ലാം നിങ്ങളിലുണ്ട്. ഇപ്പോൾ നിങ്ങൾ അത് ഓർക്കുന്നില്ല എന്ന് മാത്രം. ഇനിയും അങ്ങനെ തന്നെ. ഞാൻ നടത്തം നിർത്തി. തിരിഞ്ഞു നിന്ന് നിങ്ങളുടെ തോളിൽ മെല്ലെ കൈവച്ചു. നിങ്ങളുടെ ആത്മാവ് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ മനോഹരവും ഗംഭീരവുമാണ്. ഒരു മനുഷ്യ മനസ്സിന് അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയൂ. വെള്ളം ചൂടാണോ തണുപ്പാണോ എന്നറിയാൻ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് വിരൽ മുക്കുന്നത് പോലെ നിങ്ങളുടെ ചെറിയ ഭാഗം പാത്രത്തിലേക്ക് ഇടുന്നു. തിരികെ എടുക്കുമ്പോൾ അതിന് ലഭിച്ച അറിവുകളും അനുഭവങ്ങളും നിങ്ങൾ നേടുന്നു. കഴിഞ്ഞ 48 വർഷങ്ങളായി നിങ്ങളൊരു മനുഷ്യനായി ജീവിക്കുകയായിരുന്നു. ഇവിടെ നിങ്ങൾ നിൽക്കുന്ന നിമിഷങ്ങളിലെല്ലാം ആ ജന്മത്തിൽ നിങ്ങൾ നേടിയ അനുഭവങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. എന്നാൽ ഓരോ ജന്മത്തിലും അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ ഞാൻ പലതവണ പുനർജനിച്ചിരിക്കുന്നു എന്നല്ലേ അതിനർത്ഥം? നിങ്ങൾ ചോദിച്ചു. അതെ, ഒരുപാട് തവണ, വ്യത്യസ്ത ജീവിതങ്ങളിലൂടെ.
ഇത്തവണ നിങ്ങൾ ജനിക്കാൻ പോകുന്നത് ഭൂമിയിലെ AD 540 ജീവിക്കുന്ന ഒരു ചൈനീസ് കർഷക പെൺകുട്ടിയായാണ്. എന്ത്? നിങ്ങളൊന്ന് പതറി. ഞാൻ ഭൂതകാലത്തിലേക്കാണോ ഇനി ജനിക്കാൻ പോകുന്നത്? എന്നെ കാലങ്ങൾക്ക് പിറകിലേക്ക് തിരിച്ചയക്കുകയാണോ? അതെ, പക്ഷെ നിങ്ങൾ കരുതും പോലെയല്ല. സമയമെന്നത് നിങ്ങളുടെ ലോകത്ത് മാത്രമുള്ള ഒന്നാണ്. ഞാൻ വരുന്നിടത്ത് അതെല്ലാം വ്യത്യസ്തമാണ്. താങ്കൾ എവിടെ നിന്നാണ് വരുന്നത്? നിങ്ങൾ ചോദിച്ചു. ഞാൻ എവിടെ നിന്നോ വരുന്നു, എങ്ങോട്ടേക്കോ പോകുന്നു. എന്നെപ്പോലെ ഒരുപാട് പേരുണ്ട്. അതേപ്പറ്റി ഞാൻ വിശദീകരിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. എല്ലാവരും ജനിക്കുന്നത് ഒരേ സമയത്താണ്. അത് പല കാലങ്ങളിലായി തോന്നുന്നു എന്നത് ഭൂമിയിൽ നിൽക്കുമ്പോൾ മാത്രമാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, താങ്കൾ പറഞ്ഞതുപോലെ സമയമെന്നൊന്നില്ല എങ്കിൽ എൻ്റെ കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ മറ്റൊരു ജന്മത്തെ ഞാൻ നേരിട്ട് കണ്ടിട്ടോ പരിചയപ്പെട്ടിട്ടോ ഉണ്ടാവില്ലേ? ഉണ്ടാകാമെന്നല്ല, ഉണ്ടാകാറുണ്ട്. പക്ഷേ അത് തിരിച്ചറിയാൻ പലർക്കും സാധിക്കില്ല. എല്ലാവർക്കും അവരുടെ ജന്മത്തെക്കുറിച്ച് മാത്രമല്ലേ അറിവുള്ളൂ. അങ്ങനെയെങ്കിൽ മനുഷ്യരുടെ ജന്മത്തിൻ്റെ ലക്ഷ്യമെന്താണ്? നിങ്ങൾ ചോദിച്ചു. അതൊരു ന്യായമായ ചോദ്യമാണ്. ഞാൻ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, പ്രപഞ്ചം ഓരോ മനുഷ്യനെയും ഓരോ ജന്മത്തിലും സൃഷ്ടിക്കുന്നത് പക്വത പ്രാപിക്കാനാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിനക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഓരോ ജന്മത്തിലും നീ പക്വത പ്രാപിക്കുകയും വളരുകയും ചെയ്യുന്നു. ഞാൻ മാത്രമോ? അപ്പോൾ മറ്റുള്ള മനുഷ്യരോ? നിങ്ങൾ ചോദിച്ചു. വേറെ ആരുമില്ല. ഈ പ്രപഞ്ചത്തിൽ നിങ്ങളും ഞാനും മാത്രമേ ഉള്ളൂ. നിങ്ങൾ നിസ്സംഗഭാവത്തിൽ എന്നെ നോക്കി. അപ്പോൾ ഈ ഭൂമിയിലുള്ള ബാക്കി മനുഷ്യർ, എനിക്ക് മുമ്പും എനിക്ക് ശേഷവും ജനിച്ചവരും ജനിക്കാൻ പോകുന്നവരും, നിങ്ങളെല്ലാവരും നീ തന്നെയാണ്. എന്ത്? നിങ്ങൾ പറഞ്ഞു വരുന്നത് ഈ എല്ലാവരും എന്നത് ഞാൻ മാത്രമാണ് എന്നാണോ? അതെ, ഇപ്പോൾ നീ തിരിച്ചറിയുന്നു. അപ്പോൾ ജീവിച്ചിരുന്ന എല്ലാ മനുഷ്യരും ഞാനായിരുന്നു. അതെ, എബ്രഹാം ലിങ്കൺ നീയായിരുന്നു. ഹിറ്റ്ലർ നീയായിരുന്നു. ഹിറ്റ്ലർ കൊന്ന ലക്ഷക്കണക്കിന് പേരും നീയായിരുന്നു. ജീസസും നീയായിരുന്നു. ജീസസിനെ പിന്തുടർന്നവരും നീ തന്നെയായിരുന്നു. നിങ്ങൾക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. നീ ഒരാളെ ഇരയാക്കുമ്പോൾ നീ നിന്നെ തന്നെയായിരുന്നു ഇരയാക്കിയിരുന്നത്. നീ ഓരോ സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ നീ നിനക്ക് തന്നെയായിരുന്നു അതെല്ലാം ചെയ്തിരുന്നത്. നീ അനുഭവിച്ച സന്തോഷവും ദുഃഖവുമെല്ലാം നീ നിനക്ക് തന്നെ സമ്മാനിച്ചവയായിരുന്നു. എന്തിനാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്? നിങ്ങൾ ചോദിച്ചു. ഒന്ന് ചിരിച്ചുകൊണ്ട് ഞാൻ മറുപടി പറഞ്ഞു, ഒരു ദിവസം നീ എന്നെപ്പോലെയാവും. കാരണം നീ അങ്ങനെയാണ്. നീ എൻ്റെ തരത്തിലുള്ളയാളാണ്. നീ എൻ്റെ കുഞ്ഞാണ്. ഇപ്പോൾ നീ ഒരു ഗർഭസ്ഥ ശിശുവാണ്. നീ വളർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയുള്ള പല ജന്മങ്ങളിലൂടെയും നീ വളർന്ന് മുഴുവനാകും. ഒരു സംശയത്തോടെ നിങ്ങൾ ചോദിച്ചു. അപ്പോൾ ഈ പ്രപഞ്ചം? അത് വെറും മുട്ട. വരും, നിനക്കടുത്ത മനുഷ്യനായി ജനിക്കാനുള്ള സമയമായി. ഞാൻ നിങ്ങളെ യാത്രയയച്ചു. ഒരുപക്ഷെ ഈ കഥ നിങ്ങളിൽ ചിലരുടെയെങ്കിലും ചിന്തകളെ മാറ്റിക്കാണണം. അണ്ടകട, അങ്ങനെയാണ് പലപ്പോഴും പ്രപഞ്ചത്തെ നമ്മൾ വിളിക്കുന്നത്. ഈ പ്രപഞ്ചമെന്നത് ഒരു വലിയ കോഴിമുട്ടയാണ് എന്നും അതിനുള്ളിലെ ജീവനാണ് നമ്മളെന്നും പല വിശ്വാസങ്ങളും വിശദീകരിക്കുന്നുമുണ്ട്. കോസ്മിക് എഗ് എന്ന പ്രയോഗം പോലും ഈ ഒരു വിശ്വാസത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. ചൈനീസ് മിത്തോളജിയിലും ഈജിപ്ഷ്യൻ മിത്തോളജിയിലും ഗ്രീക്ക് റോമൻ മിത്തോളജിയിലും ഡോഗോൺ മിത്തോളജിയിലും എന്തിന് ഹിന്ദു മിത്തോളജിയിൽ പോലും പ്രപഞ്ചത്തെ അണ്ടകടാഹമായി കണക്കാക്കുന്നുണ്ട്. അത്തരം ചിന്തകളിലൂടെ കടന്നു പോയതുകൊണ്ടായിരിക്കാം ആൻഡ്രൂ എഗ് തിയറി എന്ന സിദ്ധാന്തത്തിലേക്ക് വന്നെത്തിയത്. 2015 ക്രാഫ്റ്റ്മാൻ ഫൗണ്ടർ പോഡ്കാസ്റ്റിൽ അതിഥിയായി ആൻഡ്രൂ വന്നിരുന്നു. അന്ന് അദ്ദേഹം ദ എഗ് തിയറിയെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതിലൂടെ ലോകത്തിൽ പലയിടത്തും ഈ ഒരു തിയറി ചെന്നെത്തുകയും ചെയ്തു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു വിഷയമുണ്ട്. പല മതങ്ങളും ഒരുപോലെ പറയുന്ന ഒന്നാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ് നല്ലതായും ചീത്തയായും നമ്മളിലേക്ക് എത്തുന്നത് എന്നത്. ആ ഒരു ചിന്തയിൽ നിന്നാണത്രേ ദ എഗ് എന്ന കഥ അദ്ദേഹം സൃഷ്ടിക്കുന്നത്. വെറും 40 മിനിറ്റ് കൊണ്ട് എഴുതി തീർത്ത ഈ ഒരു ചെറുകഥ ഒരുപാട് പേരുടെ ചിന്താഗതിയെ മാറ്റിമറിച്ചതായാണ് പറയുന്നത്. ഈ ഒരു കഥ കേട്ടപ്പോൾ ഇത് നിങ്ങളുടെ ചിന്തയെ എങ്ങനെയെങ്കിലും ബാധിച്ചോ? ഒന്ന് മാറി ചിന്തിക്കാൻ നിങ്ങളെ ഇത് പ്രേരിപ്പിച്ചോ? മിസ്റ്റർ ജോൺ ബെയർ, 8 വയസ്സിൽ നിങ്ങൾ ഉപേക്ഷിച്ച നിങ്ങളുടെ കുഞ്ഞ് ഇന്ന് ഒരുപാട് പേരുടെ ആരാധനാപാത്രമാണ്.
നിങ്ങളുടെ മകനായ ആൻഡ്രൂ. അദ്ദേഹത്തിൻ്റെ ദ എഗ് തിയറി അനുസരിച്ച് നിങ്ങളിലും എന്നിലും ഞാൻ തന്നെയാണുള്ളത്. അങ്ങനെയെങ്കിൽ എന്നെക്കുറിച്ചുള്ള ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് എന്നോട് തന്നെയല്ലേ? അത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞാൻ തന്നെയല്ലേ? ആൻഡ് ദ ഗെയിം ഈസ് ഓവർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ